കഴിഞ്ഞ 1-2 വർഷം മുൻപ് മലയാള പത്രങ്ങളിൽ ഉൾപ്പെടെ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹൈസ്കൂൾ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യം, രാഷ്ട്രപിതാവ് ഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ട് എന്നായിരുന്നു. ഒട്ടും അതിശോക്തിയില്ലാതെ നമ്മൾ പത്രത്തിൽ വായിച്ചില്ല. വസ്തുതയാണ്. ചോദ്യം ചോദിക്കുകയാണ് പരീക്ഷയിൽ, ഗാന്ധി ആത്മഹത്യ ചെയ്തത്. ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ, ചിലപ്പോൾ അതിനു മുൻപ് തന്നെ, നമ്മുടെ സമൂഹത്തിൽ ഗണ്യമായ അത്ര ആളുകൾ ഗാന്ധിജി ആത്മഹത്യ ചെയ്തതാണെന്നോ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊന്നതാണെന്നോ ഒക്കെ ഉറപ്പായും വിശ്വസിച്ചേക്കാവുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഒരു ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ പോയി. അവിടെ മഹാത്മാഗാന്ധിയുടെ സ്മരണയ്ക്കായി ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയം കണ്ടു. ഗാന്ധിജിയുടെ ജീവിതത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളൊക്കെ പുതിയ സാങ്കേതിക സംവിധാനങ്ങളിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ്. അപ്പോൾ അത് കണ്ട ഒടുവിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങൾ പ്രതിപാദിക്കുന്ന ഭാഗത്തെത്തും. പ്രതിപാദിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേക ആവിഷ്കാരമൊന്നുമില്ല. അവിടെ ഒരു ഇരുട്ടാണ്. ചിലപ്പോൾ പ്രതീകാത്മകമായി അങ്ങനെ ആക്കിയതായിരിക്കും. ഗാന്ധിജി കൊല്ലപ്പെട്ടപ്പോൾ നെഹ്റുവിന്റെ പ്രതികരണം ഇന്ത്യയുടെ വിളക്കണഞ്ഞു പോയി എന്നായിരുന്നല്ലോ. ഒരു നരേഷനാണ്, ഒരു വിവരണമാണ് പശ്ചാത്തലത്തിൽ കേൾക്കുക. അത് മാത്രമേ ഉള്ളൂ. ആ വിവരണം ഇങ്ങനെയാണ്: 1948 ജനുവരി 30 പ്രാർത്ഥനാ യോഗത്തിലെത്തിയ ഗാന്ധിയെ ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ വെടിവെച്ചു കൊന്നു. അവിടെ അവസാനിച്ചു. ആരാണ് വെടിവെച്ചു കൊന്നത് എന്ന് ഗാന്ധിനഗറിലെ മ്യൂസിയം അധികൃതർക്കോ ഗുജറാത്ത് സർക്കാരിനോ അറിഞ്ഞുകൂടാ. ആ കൊന്നയാൾക്ക് പേരിൽ ആരോ ഒരാൾ, അത്രയും. 2 വർഷം മുൻപ് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ മലയാള മനോരമ ദിനപത്രത്തിന്റെ എഡിറ്റ് പേജിൽ ഗംഭീരമായ ഗാന്ധി അനുസ്മരണം ഉണ്ടായിരുന്നു. അന്നത്തെ മുഖപ്രസംഗവും ഗാന്ധിജിയെ സംബന്ധിച്ചായിരുന്നു. ആ മുഖപ്രസംഗം കമ്പോട് കമ്പ് വായിച്ചാൽ ആരാണ് ഗാന്ധിജിയെ കൊന്നത് എന്നതിലില്ല. എന്ന് മാത്രമല്ല, വിചിത്രമായൊരു വാചകമുണ്ട് താനും. ഗാന്ധിജിയെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ്: അങ്ങനെയുള്ള ഗാന്ധിയെ നമ്മൾ കൊന്നു. ഞെട്ടിപ്പോകും നമ്മൾ. നമ്മളോ? ഈ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളോ? നമുക്ക് എന്തു പങ്ക്? ആരെ കൊന്നു എന്നത്, എന്തിനു കൊന്നു എന്നത് സമർത്ഥമായി മായ്ച്ചു കളയുകയോ മറച്ചു പിടിക്കുകയോ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ രാജ്യത്ത് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനും 1 വർഷം മുൻപ് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ പുറത്തിറങ്ങിയ മാതൃഭൂമി ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിലെ ഗാന്ധി അനുസ്മരണ ലേഖനവും ആദ്യന്തം വായിച്ചാൽ ഗാന്ധിജി കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ചൊരു വാക്കുപോലുമില്ല. അദ്ദേഹം എങ്ങനെ മരിച്ചു എന്നതിനെ കുറിച്ച് ഒരു സൂചന പോലുമില്ല. ഇതൊന്നും യാദൃച്ഛികമായി നടക്കുന്നതല്ല. മലയാള മനോരമയിലും മാതൃഭൂമിയിലും മാത്രമല്ല ഇങ്ങനെ ഉണ്ടായത്. ആ ദിവസങ്ങളിലെ ഒട്ടേറെ ദേശീയ മാധ്യമങ്ങളും ഏതാണ്ട് ഇതേ രീതിയാണ് അവലംബിച്ചത്. ചരിത്രത്തിൽ നിന്ന് ചില പാഠങ്ങൾ മായ്ച്ചു കളയാൻ, തെറ്റായ പ്രതീതികൾ സൃഷ്ടിക്കാൻ, നമ്മളെ വഴിതെറ്റിക്കാൻ വളരെ ബോധപൂർവമായ ഒരു പരിശ്രമം, ഒരു രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹിറ്റ്ലറുടെ നരമേധത്തിന്റെ കാലത്ത് തടങ്കൽ പാളയമായിരുന്ന, വലിയ ഗ്യാസ് ചേംബറായിരുന്ന, കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്ന ഓഷ്വിറ്റ്സിനെ കുറിച്ച് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. ഓഷ്വിറ്റ്സ് ഇന്നൊരു മ്യൂസിയമാണ് അത്രേ. ആ മ്യൂസിയത്തിന്റെ മുൻപിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ചതായി, അത് സന്ദർശിച്ച ആരോ എഴുതിയത് വായിച്ചതായിട്ട് ഓർക്കുന്നു. അതിങ്ങനെയാണ്: ചരിത്രം മറക്കുന്നവരെ ചരിത്രം ശിക്ഷിക്കും. അതൊരു മുന്നറിയിപ്പാണ്. ചരിത്രം മറക്കുന്നവരെയെല്ലാം ചരിത്രം ശിക്ഷയ്ക്ക് വിധേയമാക്കും. നാം ഇന്ന് ചരിത്രം മറന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളം എങ്ങനെ രൂപപ്പെട്ടു എന്ന് ഒട്ടൊക്കെ വിസ്മൃതിയിലായി കഴിഞ്ഞ ഒരു ചരിത്രമാണ്. ഇപ്പോ ഭ്രാന്താലയം എന്ന വിശേഷണം ചോദിച്ചു വാങ്ങിയ ഒരു നാടാണല്ലോ നമ്മുടെ. ചില വികൃത മനസ്കർ ഇറങ്ങിയിട്ടുണ്ട്, അന്ന് കേരളം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കതൊന്നും അറിഞ്ഞൂടാ. കേരളം ഭാഷാ സംസ്ഥാനം എന്ന നിലയിൽ രൂപം കൊണ്ടത് 1956 നവംബർ 1 എല്ലാവരും പറയാം. എന്നാൽ കേരളം എന്ന ഭാഷാ സംസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ന് പരിഗണിക്കപ്പെടുന്ന ഭൂപ്രദേശങ്ങളിൽ അക്കാലത്ത് നിലനിന്നിരുന്ന സാഹചര്യങ്ങൾ എന്തായിരുന്നു? അതല്ലേ പരിശോധിക്കേണ്ടത്. മറ്റു ചിലരുടെ വ്യാഖ്യാനവും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വിവേകാനന്ദ ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പറഞ്ഞത്
മതപരിവർത്തനത്തെക്കുറിച്ചാണ്. അതാണ് മതപരിവർത്തനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, നമ്മൾ ഈ ഈ ഈ ജനുസിൽപ്പെട്ടവരോടൊന്നും തർക്കിക്കാൻ പോകേണ്ട കാര്യമേ ഇല്ല. തർക്കം മനുഷ്യരോടേ വേണ്ടു, അതിലെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പറഞ്ഞതൊക്കെ നമ്മളങ്ങ് അംഗീകരിച്ചാൽ തന്നെ എന്തിനായിരുന്നു മതപരിവർത്തനം എന്ന ചോദ്യം അവിടെ ഉണ്ട്. എന്തിനാണ് ഒരു ഘട്ടത്തിൽ കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട ചവിട്ടിയരയ്ക്കപ്പെട്ട ജനവിഭാഗങ്ങളിൽ ഒരു വിഭാഗം മതപരിവർത്തനം സ്വീകരിച്ചത്, ആ പാത തെരഞ്ഞെടുത്തത് എന്തിനായി? മനുഷ്യനായി ജീവിക്കാൻ അനുവദിക്കാത്ത ജാതീയതയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു, കുതറാനായിരുന്നു. ഇപ്പൊ തങ്ങളുടെ താല്പര്യങ്ങളെ സാധൂകരിക്കുന്നതിന് വേണ്ടി ആശാന്റെ ദുരവസ്ഥയൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷെ ആ ദുരവസ്ഥയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ജാതീയതയുടെ രൂക്ഷത. ആ ജാതീയതയുടെ ചെങ്ങലകളിൽ കിടന്ന് നരകിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്തോ ആവട്ടെ, പറഞ്ഞു വന്നത് ജാതീയത എന്നത് ചിന്തിക്കാനാവാത്ത, ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കാനാവാത്ത അങ്ങേയറ്റം ക്രൂരമായ, മനുഷ്യവിരുദ്ധമായ, ഒരുപക്ഷെ അടിമത്തത്തെക്കാളേറെ മനുഷ്യവിരുദ്ധമായ ക്രൂരമായ ഒന്നായിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഞാനതെല്ലാം വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. 936 പാലക്കാട്ടടുത്ത് ഒറ്റപ്പാലത്തുണ്ടായ ഒരു സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു പലചരക്ക് കടയിൽ ചെന്ന 16 വയസ്സ് മാത്രമുള്ള ഒരു ബാലൻ, ഒരു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു ബാലൻ, ശിവരാമൻ എന്നായിരുന്നു അത്ര അയാളുടെ പേര്, 1 കിലോ ഉപ്പ് വേണം എന്ന് ചോദിക്കുന്നുണ്ട്. ആ ജാതീയതയുടെ കാലത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ അന്ന് 2 തരം മലയാളവും ഉണ്ടായിരുന്നു എന്നാണ്. മലയാളം, കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് EMS എഴുതിയിട്ടുണ്ട്. ആ പുസ്തകമാണ് ഒരർത്ഥത്തിൽ ഭാഷാ സംസ്ഥാനത്ത് രൂപീകരണത്തിലേക്ക് നയിച്ച ചർച്ചകൾക്ക് കരുത്തു പകർന്നത്, വഴികാട്ടിയത്. എന്നാൽ 2 തരം മലയാളം നിലനിന്നിരുന്ന ഒരു നാടായിരുന്നു കേരളം എന്നാണ്. ഒരു 100 ഉദാഹരണം ഇപ്പൊ നിങ്ങളുടെയൊക്കെ നാവിൻ തുമ്പിലുണ്ടാവും. ഞാനതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ആഢ്യ മലയാളം, ഒരു ജന്മിമാരും രാജകുടുംബാംഗങ്ങളും തമ്പുരാക്കന്മാരും സവർണരും അവരുടെ വ്യവഹാരങ്ങളെക്കുറിച്ചും പറയാൻ ഉപയോഗിച്ചിരുന്ന ഒരു മലയാളം, സംസ്കൃതവൽക്കരിക്കപ്പെട്ട ഒരു മലയാളം. അതുപോലെ അധസ്ഥിതൻ, തൊഴിലാളി, അവരൊക്കെ ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ അവർ പറയേണ്ട മറ്റൊരു മലയാളം, ഒരു അപരിഷ്കൃത മലയാളം. ഇതൊക്കെ ചേർന്നാണ് കേരളം. അപ്പൊ പറഞ്ഞു വന്നത്, ഉപ്പ് എന്ന് പറയാൻ സവർണർക്കേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ അന്ന്. അപ്പൊ അവർണരെന്ത് പറയണം? അവർണരെന്ന് അന്ന് വിളിക്കപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരെന്ത് പറയണം? അവർ പുളിക്കുന്നത് എന്ന് പറയണം അത്രേ. അപ്പൊ കടയിൽ പോയിട്ട് ഒരു റാത്തൽ പുളിക്കുന്നത് വേണമെന്ന് പറഞ്ഞാൽ ഉപ്പ് കിട്ടും. പക്ഷെ ഉപ്പെന്ന് പറയാനുള്ള അവകാശം അത് സവർണർക്കേ ഉള്ളൂ. അതായിരുന്നു അന്നത്തെ കാലം. അങ്ങനെയാണ് 936 ഒറ്റപ്പാലത്ത് ഒരു പലചരക്ക് കടയിൽ ചെന്ന് ശിവരാമൻ എന്ന് പറയുന്ന ഒരു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഒരു ബാലൻ പറഞ്ഞു അത്രേ, എനിക്കൊരു റാത്തൽ ഉപ്പ് വേണം. ആദ്യമായിട്ടാണ് ഒരു അധസ്ഥിതൻ അതിനുള്ള ധൈര്യം കാണിക്കുന്നത്. വലിയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു വന്നാണ്. ചുരുക്കി പറഞ്ഞാൽ, അവിടെ അടുത്തൊരു തൂണിൽ പിടിച്ചു കെട്ടിയ ശിവരാമനെ ജാതി പ്രമാണിമാർ അടിച്ചു കൊന്നു എന്നതാണ് ഈ കേരളത്തിന്റെ ചരിത്രം. ആ ഒറ്റപ്പാലത്ത് നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലത്തിന്റെ പേരാണ് ഷൊർണൂർ. ആ ഷൊർണൂരിലാണ് സ്വാമി വിവേകാനന്ദൻ വന്ന് തീവണ്ടി ഇറങ്ങിയത്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ചെവിയിലെത്തിയിട്ടുണ്ടാവുക ഇതിന് സമാനമായ അന്നത്തെ പല അനുഭവങ്ങളുമായിരിക്കും. ആ അനുഭവ പരിസരത്ത് നിന്നുമാണ് ഇത് ഭ്രാന്താലയമാണ് എന്ന് അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത്. ഭാഷാ സംസ്ഥാനമായി ഭാവിയിൽ രൂപീകരിക്കപ്പെടാൻ പോകുന്ന കേരളം എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ നാടുന്നോ ഈ മലബാറെന്നോ എന്നോ വല്ലതും ആയിരിക്കും പറഞ്ഞു. എന്തായാലും അതായിരുന്നു ഈ നാടിന്റെ അന്നത്തെ അവസ്ഥ. അതിനെക്കുറിച്ച് കവി എഴുതിയിട്ടുണ്ടല്ലോ, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ നമുക്കെല്ലാം അറിയാം. ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളോ, കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവരിങ്ങനെ ഒട്ടല്ല ഹോ ജാതി കോമരങ്ങൾ നേടി. ആ ഒരു കാലത്തോട് സമരം ചെയ്ത് കെട്ടിപ്പടുത്തതാണ് കേരളം എന്ന് ഇന്ന് നാം പുതിയ തലമുറയെ പഠിപ്പിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം.